അല്പം വെള്ളമെടുത്ത് റസൂലുള്ളാന്റെ മുഖത്ത് തളിച്ചപ്പോ ഹബീബായ നബി തങ്ങളുടെ നാവുകൾ മന്ത്രിക്കാൻ തുടങ്ങി. ആ മന്ത്രിച്ച കൂട്ടത്തിൽ ഒരു വാക്കിങ്ങനെയായിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാന്റെ ശാപം കിട്ടിയിരിക്കുന്നു. ജൂതന്മാർക്കും ക്രൈസ്തവന്മാർക്കും എന്തേ ശാപം കിട്ടാനുള്ള കാരണം? അത് വ്യഭിചരിച്ചതല്ല, അവർ കള്ളത്തരം കാണിച്ചതല്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതല്ല, ആരാന്റെ പണ്ടം പറമ്പും മോഷ്ടിച്ചെടുത്തതല്ല. അവര് ചെയ്ത ഒരൊറ്റ കുറ്റം, ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കൾ മരിക്കുമ്പോ, അവരുടെ ഉമ്മത്തിൽപ്പെട്ട ശ്രേഷ്ഠന്മാര് മരണപ്പെടുമ്പോ ആ മരിച്ചവരുടെ കബറുകൾ കെട്ടിപ്പൊക്കി ആ കബറിൽ കുമ്മായമിട്ട് ആ കബറിന്റെ അടുത്ത് സുജൂദ് ചെയ്യുകയും ആ കബറിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും ആ കബറാളികൾക്ക് റബ്ബിന് കൊടുക്കേണ്ടത് കൊടുക്കുകയും ചെയ്ത ആ ജൂത ക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹു ശപിച്ചിരിക്കുന്നു. ആ ശാപമാണ് അവർക്ക് കിട്ടിയത് എന്ന് ആവർത്തിച്ച് റസൂലുള്ള പഠിച്ചിട്ടുണ്ട് എങ്കിൽ, പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ആ പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുസൽമാന് എങ്ങനെയാ അജ്മീര് പോകാൻ പറ്റുക? എങ്ങനെയാ നാഗൂര് പോകാൻ പറ്റുക? എങ്ങനെയാ മുത്തുപേട്ടക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ സിയം മക്കാമുക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ മമ്പറത്തേക്ക് പോകാൻ പറ്റുക? എങ്ങനെയാ മനുഷ്യരെ കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ള ഖബർ സിയാറത്ത് പറമ്പുകളിലേക്ക് എങ്ങനെയാ ഒരു മുസ്ലിമിന് പോകാൻ പറ്റുക? അവിടെയും തീർന്നിട്ടില്ല. ആ പറഞ്ഞതിന് ശേഷം വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് ഒരു വാക്ക് പറഞ്ഞു. ആയിഷ, ജനങ്ങളോട് പറയണം, അവരോട് പറയണം. ആയിഷ, എന്തു പറയണം റസൂലേ? ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. മരിച്ചത് മുഹമ്മദ് ആണെങ്കിൽ പോലും, മരിച്ചത് പ്രവാചകനായ മുഹമ്മദ് ആണെങ്കിൽ പോലും, ലാ തജ്അൽ ഖബരി, എന്റെ കബറിനെ ഒരിക്കലും ആഘോഷ സ്ഥലമാക്കി മാറ്റരുതെന്നും ആ കബറിനെ ഒരിക്കലും ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയുടെ സ്ഥലമാക്കരുതെന്നും എന്റെ കബറിനെ ആരാധനയുടെ സ്ഥലമാക്കി മാറ്റരുതെന്നും അവരോട് പറയണേ ആയിഷ. അതും മതിവരാത്ത റസൂലുള്ള ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ കബറിനെ നീ ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ. എന്റെ കബറിനെ ജൂതന്മാരും ക്രൈസ്തവന്മാരും ചെയ്യുന്നത് പോലെ ഒരാഘോഷ സ്ഥലമാക്കി മാറ്റരുതേ റബ്ബേ. ഇന്നും ലോകത്ത് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾക്കറിയാം, അങ്ങ് മദീനയിൽ കിടക്കുന്ന റൗള ഷരീഫിലെ പ്രവാചകന്റെ കബറിടത്തിൽ ചെന്ന് ഒരാളെങ്ങാനും കൈ നീട്ടിയാൽ ആ പോലീസുകാരൻ അവന്റെ കയ്യിലുള്ള ലാത്തി എടുത്തടിക്കും. ഹറാം, ഹറാം, പോയിക്കോ, പോയിക്കോ. ഒരിക്കലും റസൂലുള്ളാഹിനോട് ദുആ ചെയ്യരുത്. സലാം പറയാം, നിനക്ക് മുന്നോട്ട് പോകാം, നിനക്ക് മുന്നോട്ട് പോകാം എന്നേ അവര് പറയുന്നുള്ളൂ. ലോകത്തെ ഏറ്റവും നല്ല ഔലിയാക്കൾ കിടക്കുന്ന ബദറിലേക്ക് ചെന്നു നോക്കൂ. ഒരൊറ്റ ബദരീങ്ങളുടെ കബറ് കെട്ടിപ്പൊക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. ഉഹദീങ്ങളുടെ കബറ്, ഹംദക്കീങ്ങളുടെ ഖൈബറ്, ഖൈബറീങ്ങളുടെ കബറ് ചെന്നു നോക്കൂ ഓരോരുത്തരും. എന്തേ അത് കെട്ടിപ്പൊക്കാത്തത്? എന്തേ കേരളത്തിലുള്ള ചില ജാറങ്ങളെ പോലെ പച്ചപ്പട്ട് വിരിച്ച് അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ഏതെങ്കിലും ഒരു മാസത്തിലെ 10 ദിവസം ഉറൂസും മജ്ലിസും നടത്തി ആണും പെണ്ണും കൂടിക്കലർന്ന് മഞ്ഞച്ചോറും വിരിഞ്ചിച്ചോറും തിന്നുന്ന രീതിയിലേക്ക് എന്തേ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് ആ സൗദി അറേബ്യയിൽ കിടക്കുന്ന ഏറ്റവും നല്ല ഔലിയാക്കളുടെ കബറിനെ മാറ്റാൻ സാധിക്കാത്തത്? ഒരൊറ്റ കാരണം മാത്രം, അത് ഇസ്ലാമിലില്ല. അത് ഇസ്ലാമിലില്ലാത്തത് കൊണ്ട് മക്കം ഫതഹിന്റെ അന്ന് മക്ക വിജയിച്ചടക്കി സ്വഹാബത്തിന്റെ കൂടെ മക്കയിൽ കാലുകുത്തുന്ന റസൂലുള്ളാന്റെ ഒരു രംഗമുണ്ട്. ആ മക്കയിലേക്ക് സർവ്വ അധികാരത്തോടെയും തിരിച്ചു വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നടപ്പിലാക്കപ്പെടുന്ന ആദ്യത്തെ ഭരണ പരിഷ്കാരം എന്ത് എന്ന് ആവേശത്തോടെ നോക്കി നിൽക്കുന്ന സഹാബാക്കളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കയ്യിലുള്ള ഒരു മൺവെട്ടിയും ഇരുമ്പിന്റെ പാരയും മകളുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബിനെ അടുത്ത് വിളിച്ചിട്ട് കൊടുത്തിട്ട് പറയും, മോനെ അലി, ഒരാളെയും കൂടെ കൂട്ടിക്കോ. മോനെ അലി, ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ഒരു ഖബർ പോലും ഇനി മക്കയിൽ കാണാൻ പാടില്ല അലി. ലാത്തയാണെങ്കിലും ഉസ്സയാണെങ്കിലും ഏതാളുകളുടേതാണെങ്കിലും ഒരു ഖബർ പോലും ആ മക്കയിൽ കാണരുതേ അലി എന്നന്ന് റസൂലുള്ള ഒരു വസിയത്തായിട്ട് പഠിപ്പിച്ചപ്പോ അന്ന് തച്ചു പൊട്ടിച്ചതാ. റസൂലുള്ളാന്റെ മുന്നിൽ വെച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന സർവ്വ ഖബറുകളും, കാരണം അത് ഇസ്ലാമല്ല, അത് മുസ്ലിമീങ്ങളുടെ ചരിത്രമല്ല. ജാറങ്ങളിലും മക്ബറുകളിലും ചെന്ന് അള്ളാഹുവിൽ പങ്കുചേർത്ത് നേർച്ചകളും വഴിപാടുകളും കൊടുക്കുക എന്നുള്ളത്